പത്തനംതിട്ട റാന്നിയിൽ ഒരു കുടുംബത്തിലെ 3 പേർ മുങ്ങി മരിച്ചു. റാന്നി കുത്തുകല്ലുങ്കൽ പടി സ്വദേശി അനിൽ, മകൾ നിരഞ്ജന, സഹോദരപുത്രൻ ഗൗതം എന്നിവരാണ് മരിച്ചത്. പമ്പാ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. നമ്മൾ സ്ക്യൂബ ടീമിന്റെ ഒരു ഘട്ടമാണ് ഇപ്പം നടക്കുന്നത്. അതിലൊരാളെ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. 2 പേർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. നമുക്ക് ഈ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി തിരിച്ചു കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. കാരണം 4 മണി കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടായത്. അതുണ്ടായപ്പോൾ അത് കണ്ടുകൊണ്ട് നിന്ന അമ്മ ഇവിടെയുണ്ട്. ഒരാൾക്ക് സാരി ഇട്ട് കൊടുത്ത് അതിൽ പിടിച്ചാണ് ഒരു സഹോദരി അകത്തേക്ക് വന്നത്. വളരെ ദാരുണമായി. പഴയ പ്രതികരണമായിരുന്നു നേതാക്കളുടേതായി വന്നത്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രവീൺ, 3 പേരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അഭിനിത, എല്ലാവരുടെയും പ്രാർത്ഥനകൾ വിഫലമായി എന്ന് പറയാം. ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ അല്പസമയം മുമ്പ് പമ്പാ നദിയിൽ നിന്നും മുങ്ങി എടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4:45 പത്തനംതിട്ട റാന്നി ചന്തക്കടവിലാണ് പമ്പാ നദിയിൽ 3 പേർ ഒഴുക്കിൽപ്പെട്ടത്. ഇവർ കുളിക്കുന്നതിനായാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. റാന്നി ഉദിമൂട് സ്വദേശി ഗൗതമിന്റെ അച്ഛന്റെ സഹോദരൻ അനിലിന്റെ മകൾ നിരഞ്ജന എന്നിവരാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഒപ്പം അനിലിന്റെ സഹോദരിയും ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേരടങ്ങിയ സംഘമാണ് പമ്പാ നദിയിലെ ഈ ചന്തക്കടവ് ഭാഗത്തേക്ക് കുളിക്കാനായി എത്തിയത്. ഈ സമയത്ത് പരിസരത്ത് മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഒഴുക്കിൽപ്പെട്ടത് അനിലായിരുന്നു. തൊട്ടുപുറകെ ഗൗതം രക്ഷിക്കാനായി നദിയിലേക്ക് ഇറങ്ങി. നല്ല ആഴമുള്ള ഭാഗമായിരുന്നു. 2 പേര് മുങ്ങി താഴുന്നത് കണ്ട് അനിലിന്റെ മകൾ നിരഞ്ജനയും ഈ നദിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഉടനെ അടുത്തുണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സാരി എറിഞ്ഞു കൊടുത്തിരുന്നു ഇഷ്ടപ്പെടുന്നതിനായിട്ട്. പക്ഷേ മൂവരെയും രക്ഷിക്കാനായില്ല. മൂവരും മുങ്ങി താഴുകയായിരുന്നു. വിവരം അറിഞ്ഞതിനെ തുടർന്ന് റാന്നിയിൽ നിന്നും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം സ്ഥലത്തെത്തി. ആദ്യം ഗൗതമിന്റെ മൃതദേഹമാണ് പുറത്തെടുത്തത്. ഗൗതം റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അതിനുശേഷം അനിലിന്റെ മൃതദേഹം മുങ്ങിയെടുത്തു. ഏറ്റവും ഒടുവിലാണ് നിരഞ്ജനയുടെ മൃതദേഹം മുങ്ങിയെടുത്തത്. അങ്ങനെ ഒരു കുടുംബത്തിലെ 3 പേരും മരിച്ച ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്നത്. വിവരമറിഞ്ഞ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഒപ്പം പത്തനംതിട്ട MP ആന്റോ ആന്റണി, റാന്നി MLA പ്രമോദ് നാരായൺ എന്നിവർ സ്ഥലത്ത് എത്തിയിരുന്നു. ഇവർ ഈ രക്ഷാപ്രവർത്തനം, ഈ സ്കൂബ ടീമിന്റെ മുങ്ങൽ നടക്കുന്ന ആ സമയം മുഴുവൻ ഈ മൂവരും മറ്റ് ജനപ്രതിനിധികളും എല്ലാം സ്ഥലത്തുണ്ടായിരുന്നു. ഇവർ ഉദിമൂട് എന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ് ഗൗതമിന്റെ അച്ഛന്റെ സഹോദരനാണ് ഈ അനിൽ പെയിന്റിംഗ് തൊഴിലാളിയാണ്. അനിലിന്റെ മകൾ നിരഞ്ജന +2 വിദ്യാർത്ഥിയാണ്. ഏതായാലും മൂവരുടെയും മൃതദേഹം ഇപ്പോൾ റാന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ആഴമുള്ള ഭാഗത്താണ് ഇവർ ഒഴുക്കിൽപ്പെട്ടത്. നമ്മൾ സ്കൂബ ടീം അംഗങ്ങളോട് ചോദിച്ചപ്പോൾ 6 മീറ്ററോളം താഴ്ചയിലാണ് മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. 3 മൃതദേഹങ്ങളും ഏതായാലും പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. റാന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് 3 മൃതദേഹങ്ങളും മാറ്റിയിട്ടുണ്ട്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ ദാരുണമായൊരു സംഭവം. 3 പേരാണ് മുങ്ങി മരിച്ചിരിക്കുന്നത്.